ഒരു പുതിയ മോഡൽ വാഷ് ബേസിൻ ഫിക്സ് ചെയ്യുന്നതാണ്. ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അത് ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അത് ഇച്ചിരി റിസ്ക്കാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സൊക്കെ വെറും മോശമാണ്. കാണാനൊരു ലുക്കുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സംഭവങ്ങൾ അഴിച്ചെടുത്തപ്പോഴത്തേനും അതിൻ്റെ ഫിറ്റിങ്സ് വരുന്നതൊക്കെ വളരെ മോശമായിട്ട് തോന്നി. സ്ട്രോങ് ഇല്ല. പിന്നെ അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ട വാളെന്ന് പറഞ്ഞാൽ ഫുൾ ടൈലാണ്. പുതിയ മോഡൽ ടൈൽ ഇട്ടേക്കുന്നത്. ഫുൾ ഗ്ലാസ് ടൈൽ എന്ന് പറയും. അത് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പൊട്ടിപ്പോവും. അതിന് നമ്മൾ ഡ്രില്ല് ടൈൽ ബിറ്റ് വാങ്ങി ഫസ്റ്റ് നമ്മുടെ സെൽഫ് മെഷീന് സ്ക്രൂ ഇട്ട് പിന്നെയാണ് നമ്മൾ ഡ്രില്ല് യൂസ് ചെയ്തത്. വളരെ കുഴപ്പമില്ലാതെ ഹോൾഡിടാൻ പറ്റി. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. പിന്നെ സെറ്റിങ്സിൻ്റെ സംഭവങ്ങളെല്ലാം നമ്മൾ അഴിച്ചെടുത്ത് നോക്കിയപ്പോഴത്തേനും സ്ട്രോങ് അല്ലാത്ത അതിൻ്റെ ഫിറ്റിങ്സൊക്കെയാണ് വന്നേക്കുന്നത്. കണ്ടിട്ട് ഒരു സുഖം തോന്നിയില്ല. എങ്കിലും ഞാൻ ചോദിച്ചു റിട്ടേൺ അയക്കുന്ന സാറെന്ന് ചോദിച്ചപ്പോഴത്തേന് പുള്ളി പറഞ്ഞ് റിട്ടേൺ അയക്കണ്ട, അന്നേരം വന്നതാണ് റിട്ടേണുകളല്ല, അതുകൊണ്ട് ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ഒരു പഴയ വീടായിരുന്നു. വീടൊരു ഇതാക്കി റിനോവേഷൻ ചെയ്തെടുത്ത് ഫുൾ ടൈലൊക്കെ ഒട്ടിച്ച് അങ്ങനെയുള്ള പരിപാടികൾ, തറയിലൊന്നും ടൈൽ ഫുള്ള് പുതുതായിട്ട് ടൈൽ ഒട്ടിച്ച് വാളും അങ്ങനെ ഒട്ടിച്ചാണ് ഫുള്ള് സെറ്റിങ് കൊടുത്ത വയറിങ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പ്ലംബിങ്ങിൻ്റെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ അത് ചെയ്യാനായിട്ട് ഞങ്ങൾ വന്ന് സെറ്റ് ചെയ്യുന്ന പുതിയ വാഷ് ബേസിൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അതായത് സെറ്റായിട്ടൊന്നും തോന്നിയില്ല. എന്നെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇച്ചിരി ടൈറ്റായിരുന്നു. സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് ഫുള്ള് വെൽഡിങ് വന്നേക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മെഷീനൊക്കെ കയറി സെറ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ല പാടുണ്ടായിരുന്നു. അങ്ങനെ അത് സെറ്റ് ചെയ്തെടുത്ത്. കണ്ടിട്ട് ഔട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് പറയും. കാണാൻ കുഴപ്പമില്ല. പിന്നെ ഒരു ഓക്കെ, കണ്ടു നോക്കിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മളെ അറിയിക്കുക.